നല്ല പടമാണ്. പുള്ളിയുടെ പെർഫോമൻസും പിന്നെ പുതിയതായിട്ട് വന്ന ഒരു ആക്ട്രസും രണ്ടുപേരും നല്ല പെർഫോമൻസ് ആണ്. നല്ല സിനിമയാണ്. വളരെ നല്ലായിരുന്നു. വലിയ സന്തോഷം. എല്ലാം നല്ലതായിരുന്നു. നിവിൻ പോളിയെ കണ്ടു തന്നെ സന്തോഷം. നല്ലൊരു ഫീൽ ഗുഡ് പടം. നിവിൻ പോളി എല്ലാവരും കൊള്ളാം. നല്ലൊരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പക്ക നൈസ് പടം. കൊള്ളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഫിലിമാ, ഫീൽ ഗുഡ് ഫിലിം. കുഴപ്പമില്ല, നല്ല പടം. അതെ അതെ, എല്ലാം ഇഷ്ടം. നല്ല പടം, സൂപ്പർ. എല്ലാം നന്നായി വർക്ക്ഔട്ട് ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. നല്ല പടം, വളരെ ഇഷ്ടപ്പെട്ടു. കുറെ നാളുകൾക്ക് ശേഷം ഒരു നല്ല പടം കണ്ടതാണ്. നിവിൻ പോളി അടിപൊളിയായി, എനിക്കിഷ്ടമായി. വളരെ നല്ലതായിരുന്നു. നല്ല പടം. എന്താണ് ഇഷ്ടപ്പെട്ടത്? പടം ടോട്ടലി നല്ലൊരു ഫാമിലിയുടെ ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. മാത്രമല്ല ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, എല്ലാ ഫീലിങ്ങും വരാവുന്ന നല്ലൊരു പടം. നിവിൻ പോളി ശരിക്കും തിരിച്ചു വന്നു, പഴയതിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. നിവിൻ പോളി വീണ്ടും കൊടുത്തിരുന്നേക്കണം. ഒന്നുമില്ല, അടിപൊളി. വളരെ നല്ല പടം. ഓക്കെ, തൃപ്തിയായി. നന്നായിട്ട് കൊള്ളാം, ഫീൽ ഗുഡാണ്. നിവിൻ പോളി ആക്ടിങ് സൂപ്പറാണ്. നല്ല സിനിമയാണ്. നിറഞ്ഞു നിൽക്കുന്ന ഒരു പടമാണ്. ഫാമിലി വാച്ചാണ്. നന്നായിട്ട് എൻജോയ് ചെയ്തു. നിവിൻ പോളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അജു വർഗീസും നിവിൻ പോളിനും കോംബോ അടിപൊളിയായിട്ടുണ്ട്. എടുത്തു പറയാൻ നിവിൻ പോളിയുടെ ചിരി, അതിന് ഒരു മാറ്റമില്ല. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഓഫ് കോഴ്സ് ആയിരുന്നു. നല്ല പടമായിരുന്നു. അജു വർഗീസും അഖിൽ സത്യന്റെ ഡയറക്ഷൻ സൂപ്പർ. അജു വർഗീസും നിവിൻ പോളിയും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. വേർ പവർഫുൾ ടു. സോ ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് ഓഡിയൻസിനും ഭയങ്കര മനസ്സിന് വെളുക്കുന്ന നല്ലൊരു കാഴ്ചയും. തമാശനേക്കാൾ കൂടുതൽ ഈ പടത്തിൽ ഒരു ഫീൽ ഗുഡ് മൂവിയാണിത്. സോ നമുക്ക് തന്നെ തുടക്കത്തിലത്തെ പോലെ ആയിരിക്കില്ല നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു ഇമോഷൻ ഉള്ളിൽ നിന്ന് വരുന്നൊരു പടമാണ്. മേ ബി നിവിൻ പോളി മുന്നേ ചെയ്ത് വെച്ച പടങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. പക്ഷേ ഇത് വേറൊരു ജോണറുള്ള മൂവിയാണ്. നല്ല മൂവിയാണ്, ഫീൽ ഗുഡ് മൂവിയാണ്, കോമഡിയൊക്കെ. നിവിന്റെ ഒരു കംബാക്ക് നല്ല രസമാണ്. എങ്ങനെയാ നല്ല കോമഡി ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല കോമഡി ഉള്ള പടമാണ്. നല്ല മറ്റ് ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിത്രം. നല്ല പടമായിരുന്നു. നിവിൻ പോളിയുടെ നല്ലൊരു പിക്ചർ. അതായത് മറ്റ് സിനിമകളെ പോലെയല്ല. അതിനാൽ ഏറ്റവും നല്ലൊരു പടമാണ്. തീർച്ചയായിട്ടും നല്ല പടമായിരുന്നു. നല്ല ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അവസാനം കുറച്ച് ഇമോഷണലായി. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. പുള്ളിക്കാരത്തിനെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവിയിൽ കാണുന്നത്. നന്നായിട്ട് ആക്ട് ചെയ്ത് നല്ല നാച്ചുറൽ ആയിരുന്നു. തമാശ കൊള്ളായിരുന്നു. എനിക്ക് മൊത്തത്തിൽ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല പടം, ഇഷ്ടപ്പെട്ടു. കോമഡി ആസ്പെക്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നിവിന്റെ പഴയ ആ ഒരു പ്രേമത്തിലെ ചിരിയൊക്കെ കണ്ടപ്പോഴത്തേക്കും കുറെ സന്തോഷമായി. അതൊക്കെ തന്നെയല്ല. കുറച്ച് ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ റെക്കമെൻഡ് ചെയ്യാം. കാണുക നല്ല പടം. കൊള്ളായിരുന്നു. എനിക്ക് കോമഡി ഇഷ്ടപ്പെട്ടു. പിന്നെ ഹൊറർ അങ്ങനെ ഇല്ലായിരുന്നു, പക്ഷെ ഹൊറർ ലേബർ വെച്ച് അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ കൊള്ളായിരുന്നു, മൂവി ഇഷ്ടപ്പെട്ടു. ചെറുതായിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല, നല്ലതായിരുന്നു. സന്തോഷത്തോടെ കാണാൻ പറ്റും. നിവിൻ പോളി അടിപൊളിയായിട്ടുണ്ട്. ഒരു റിട്ടേൺ പറയാം. നല്ല മൂവിയായിരുന്നു. നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവായിട്ടാണ് തോന്നിയത്. ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓ യെസ്, ഒരു നല്ലൊരു മൂവി തന്നെയാണ്. ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി. എല്ലാവർക്കും ഇഷ്ടമായി. സോ ഞങ്ങൾ ഹാപ്പിയായി. ചിരിക്കാനുണ്ട്. ഒരു ലൈറ്റ് മൂവി. ഇറ്റ്സ് വെരി നൈസ്. ഇല്ല അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം അങ്ങനെയാണ്. ഞങ്ങൾക്ക് ഇഷ്ടമായി. ഞങ്ങൾ ചിരിച്ച് അങ്ങനെ ചുമ്മാ ഒന്ന് ലൈറ്റായിട്ട് ഇരുന്ന് കണ്ടിട്ട് വന്നു. സോ അത്രേ പറയാനുള്ളൂ. നല്ലൊരു മൂവിയാണ്. എല്ലാവർക്കും വന്ന് കാണാം. ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്.